മലയാള സിനിമയിൽ ജയന് ശേഷം സാഹസികത നിറഞ്ഞ ഫൈറ്റ് രംഗങ്ങളിൽ ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെ തന്നെ കയ്യടി നേടിയ സൂപ്പർ താരമാണ് മോഹൻലാൽ. തൻ്റെ 56-ാം വയസ്സിലും യുവനടന്മാരെ വെല്ലുന്ന മെയ്വഴക്കവും വേഗതയും മോഹൻലാലിനുണ്ട്. നരൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഡ്യൂപ്പ് പോലും ചെയ്യാൻ മടിച്ച രംഗങ്ങൾ മോഹൻലാൽ സ്വയം ചെയ്തിട്ടുമുണ്ട്. എങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മോഹൻലാലും ഡ്യൂപ്പിനെ ഉപയോഗിച്ച ചില രംഗങ്ങളുണ്ട്. അതിൽ ചിലത് സ്ഫടികം. മോഹൻലാലിൻ്റെ സാഹസികത നിറഞ്ഞ ഒരുപാട് ഫൈറ്റ് രംഗങ്ങളുള്ള ചിത്രമാണ് സ്ഫടികം. എന്നാൽ ചിത്രത്തിലെ ഒരു തകർപ്പൻ ഫൈറ്റ് രംഗത്തിൽ മോഹൻലാൽ ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ മുളയുപയോഗിച്ച് നിലത്ത് കുത്തി കുതിച്ച് 2ാം നിലയിലെത്തുന്ന രംഗത്തിലാണിത്. എന്നാൽ ചിത്രത്തിൽ തട്ടുംപുറത്ത് നിന്ന് നിലത്തോട്ട് ചാടുന്നതുൾപ്പെടെയുള്ള രംഗങ്ങളിൽ ഡ്യൂപ്പിനെ ഒഴിവാക്കി മോഹൻലാൽ തന്നെയാണ് ഫൈറ്റ് ചെയ്തത്. തച്ചോളി വർഗീസ് ചേകവർ. മോഹൻലാൽ കളരി അഭ്യാസിയായി തകർത്തഭിനയിച്ച ചിത്രമായിരുന്നു തച്ചോളി വർഗീസ് ചേകവർ. ഇത്തരത്തിലൊരു കഥാപാത്രത്തിന് വേണ്ട എല്ലാ മെയ്വഴക്കത്തോടും മികവോടും കൂടി മോഹൻലാൽ തച്ചോളി വർഗീസ് ചേകവരെ അവിസ്മരണീയമാക്കി. ചിത്രത്തിലെ മോഹൻലാലിൻ്റെ ഇൻട്രോ സീനിൽ പറന്ന് തലകുത്തി മറിഞ്ഞ സിലമ്പം എടുക്കുന്ന സീനിൽ മോഹൻലാൽ ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ മറ്റ് നടന്മാർക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല രംഗങ്ങളിലും മോഹൻലാൽ ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വിഷ്ണുലോകം. സൈക്കിൾ അഭ്യാസിയായ സർക്കസുകാരനായിട്ടാണ് മോഹൻലാൽ വിഷ്ണുലോകത്തിലെത്തുന്നത്. ഒരു പ്രൊഫഷണൽ സർക്കസുകാരന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്റ്റണ്ട് രംഗങ്ങളായിരുന്നു വിഷ്ണുലോകത്തിലേത്. ചിത്രത്തിലെ ഇത്തരം രംഗങ്ങളിൽ അധികവും മോഹൻലാൽ തന്നെ ചെയ്തെങ്കിലും ചില രംഗങ്ങളിൽ മോഹൻലാൽ ഡ്യൂപ്പിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. മാന്ത്രികം. മോഹൻലാലിനെ നായകനാക്കി തമ്പി കണ്ണന്താനം ഒരുക്കിയ തകർപ്പൻ ആക്ഷൻ ചിത്രമായിരുന്നു മാന്ത്രികം. മോഹൻലാലിൻ്റെ ആക്ഷൻ രംഗങ്ങൾ തന്നെയായിരുന്നു മാന്ത്രികത്തിൻ്റെ ഹൈലൈറ്റ്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് സീനിൽ അമാനുഷികം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രംഗത്തിൽ മോഹൻലാൽ ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇത് വ്യക്തമായി തിരിച്ചറിയാവുന്നതുമാണ്. 3-ാം മുറ. ബന്ദികളാക്കിയവരെ രക്ഷിക്കാൻ കമാൻഡോ ഓപ്പറേഷന് നേതൃത്വം വഹിക്കുന്ന അലി ഇമ്രാനായിട്ടാണ് മോഹൻലാൽ 3-ാം മുറയിൽ എത്തുന്നത്. കെ മധു ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. പ്രേക്ഷകനെ ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ഫൈറ്റ് രംഗങ്ങളായിരുന്നു ചിത്രത്തിൻ്റെ ക്ലൈമാക്സിലേത്. ചിത്രത്തിലെ സാഹസികത നിറഞ്ഞ രംഗങ്ങളിൽ ചിലതിൽ മോഹൻലാൽ ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധ. മോഹൻലാലിനെ നായകനാക്കി IV ശശി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ശ്രദ്ധ. ചിത്രത്തിൽ തിയേറ്ററിൽ ഏറെ കയ്യടി നേടിയ രംഗമായിരുന്നു ഏണിയിൽ കുതിച്ചുയർന്ന് ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കുന്ന മോഹൻലാൽ. ഇതിൽ ഗ്ലാസ് ബ്രേക്ക് എന്ന ഏറെ സാഹസികത നിറഞ്ഞ നമ്പർ മോഹൻലാൽ തന്നെ ചെയ്തപ്പോൾ ഏണിയിൽ കുതിച്ചുയരുന്ന രംഗത്തിൽ ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടുണ്ട്. യോധ. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രങ്ങളിലൊന്നാണ് യോധ. യോധയിലെ ആക്ഷൻ രംഗങ്ങളിൽ കൂടുതൽ മികവ് പുലർത്തുന്നതിന് വേണ്ടി മോഹൻലാൽ പ്രത്യേകം പരിശീലനവും നേടിയിരുന്നു. മോഹൻലാലിന് പരിശീലനം നൽകിയതാട്ടെ മാർഷൽ ആർട്സിൽ പ്രഗത്ഭരായ വിദേശികളും. എങ്കിലും ചിത്രത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ചില രംഗങ്ങളിൽ മോഹൻലാൽ ഡ്യൂപ്പിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ഇതുകൂടാതെ ഡ്യൂപ്പാന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പ്രേക്ഷകന് മനസ്സിലാകുന്ന നിങ്ങൾക്കറിയാവുന്ന മറ്റ് രംഗങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്.